Hello friends, welcome to Dhruv Dev World Malayalam recipes. നമുക്ക് വിഷുവായിട്ട് പെട്ടെന്ന് എങ്ങനെ ഇഞ്ചി കറി ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ട്രഡീഷണൽ സ്റ്റൈലായിട്ട് ഇഞ്ചി കറി ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അത് നോക്കിയാൽ മതി. ഇത് പെട്ടെന്ന് നമുക്ക് നമ്മൾ ബാക്കി കറികളൊക്കെ ഉണ്ടാക്കി ടയേർഡായി ഇരിക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കാവുന്ന എങ്കിൽ അതേ ടേസ്റ്റ് തന്നെയുള്ള ഒരു ഇഞ്ചിക്കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കാറ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കുക, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, കാരണം നമുക്കിത് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കണം. കടുക് ചേർത്തു. കടുക് കുറച്ച് ഇഞ്ചിക്കറിക്ക് കൂടുതൽ എടുക്കുന്നത് നല്ല ടേസ്റ്റാണ്. അതിലോട്ട് 1-2 വറ്റൽമുളക് ചേർക്കുക. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില ചേർക്കുക. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഒരു പച്ചമുളക് അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇത്തിരി കൂടി എരിവ് വേണം എന്നൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ 1-2 പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇതൊരു 10-12 ആൾക്കാർക്ക് വരെ ഈ ഇഞ്ചിക്കറി കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മളിത് കൂടുതൽ ദിവസം എടുത്ത് വെക്കാൻ പറ്റുന്ന തരത്തിലല്ല ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ഡേക്ക് ഉണ്ടാക്കുന്ന അത്രയും ഒരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനുണ്ടാക്കി ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കാവുന്നതാണ്. ഇതിൻ്റെ അളവുകളൊക്കെ സാധനങ്ങൾ എടുക്കുന്ന അളവുകൾ മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്ത ശേഷം കുറച്ച് ഇഞ്ചി ചേർത്തു. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ചേർക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഞാൻ നിർത്താതെ ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ അതുകൊണ്ട് നമുക്കത് ചുവന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കരിയാതെ ഒന്നില്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ കളർ മാറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് മൂത്തൂന്ന് ഒരു പാകമാകുമ്പോൾ ഒരു സൗണ്ട് മാറി തുടങ്ങും കേട്ടോ. കുറച്ചല്ലേ ഉള്ളൂ ഇഞ്ചി, അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ നിറം മാറി അത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇഞ്ചി ചുവന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് ചുമന്ന് വരും കേട്ടോ, കുറച്ചുള്ളതുകൊണ്ട്. ഇതിലോട്ട് നമുക്കൊരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി 3/4 കപ്പ് ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഇത് ഇതുപോലെ 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് വരും. തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുറച്ച് കൂടുതൽ മുളക് പൊടി ഇത്രയും ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ഒന്നും കൂടി തിളപ്പിക്കുക. അപ്പോൾ ഇത് ആ പൊടികളിട്ടൊന്ന് തിളച്ച ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഇട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ഇത് കഴിയണ വരെ ഇതിൻ്റെ ഒപ്പം നിൽക്കണം കേട്ടോ. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിക്കുക, കൂടുതലൊന്നും വേണ്ട. അപ്പോഴേക്കും ഇത് അതിൻ്റെ ആ ഒരു പുളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു പുളിയിഞ്ചിക്ക് പറ്റിയൊരു മണമായിട്ട് വന്നു തുടങ്ങും. ആ പുളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് ആ സമയത്ത് നമുക്കൊരു അച്ച് ശർക്കര ചേർക്കാം. ഈ അളവിൽ ഞാൻ ഒരച്ച് ശർക്കരയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ചും കൂടി മധുര ആഗ്രഹം ഉള്ളവർക്കാണെങ്കിൽ വേണമെങ്കിൽ 1-1.5 അച്ച് ചേർക്കാം. ഇത് നല്ല ഒരു ശർക്കര കൊണ്ടാണ് അരിച്ചൊന്നും എടുത്ത് ചേർക്കാത്തത്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് ഇത് അലിയിച്ചിട്ട് തിളപ്പിച്ച് അരിച്ചെടുത്തിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പുളിവെള്ളത്തിൻ്റെ ബാക്കി അത് പാകാവുന്നതോടൊപ്പം തന്നെ ഈ ശർക്കര അലിഞ്ഞ് ചേർന്ന് ഇത് നന്നായിട്ട് മിക്സായി കിട്ടും. വളരെ എളുപ്പത്തിൽ അങ്ങനെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, പെട്ടെന്ന് ഇത് അലിയുന്നതനുസരിച്ച് തന്നെ ആ പുളിവെള്ളം അതിനോടൊപ്പം തന്നെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നന്നായിട്ടിത് അലിഞ്ഞു ചേർന്നു, പെട്ടെന്ന് തന്നെ അലിഞ്ഞു ചേർന്നു. നമ്മൾ ഇളക്കി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട്. വേണ്ടല്ലേ, അധികം പുളിവെള്ളമായിട്ട് നമ്മൾ ചേർക്കാത്തതുകൊണ്ട് പെട്ടെന്ന് കുറുകിയും വരും. അപ്പോൾ നല്ല പുളിയിഞ്ചിയുടെ ഒരു മണമാണ് വരുന്നത്. പുളിയും ശർക്കരയും പിന്നെ ഇഞ്ചിയൊക്കെ കൂടിയായിട്ടുള്ള ഒരു ടേസ്റ്റ് വ്യത്യാസം ശരിക്കും ഇല്ല കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പുളിയിഞ്ചിയുടെ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ കുറുക്കിയെടുക്കാൻ ശ്രമിക്കുക. ഒരു 2-3 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് കുറുകി വരും ഇത്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇത് തള വന്നിട്ട് നന്നായിട്ട് ഈ ഒരു പാകം വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് ആ ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക.
എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി വിഷു.